അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി പിശാചൂരികൾ ഇന്ന് വരെ ആരും പറയാത്ത പുത്തൻ വാദം ഉന്നയിച്ചുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അവരുടെ വാദം പഴയതാണെന്നും ഇമാമിങ്ങൾ അനഞ്ഞാന്ന് ജനിച്ചവരാണ്, ഇന്നലെ വൈകിട്ടാണ് അവർ കിതാബ് രചിച്ചിട്ടുള്ളത് എന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവർ പുതിയൊരാശയവുമായി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ഈ ആശയത്തോട് മുസ്ലിം സമുദായത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അവർ ഉന്നയിക്കുന്ന സർവവാദങ്ങളും പിശാചിന്റെ വാദമാണ്. ആ പിശാചിന്റെ വാദം പേറിയാൽ ഒരുപാട് ഇമാമിങ്ങളെ നാം അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും, വഹാബികളാക്കേണ്ടി വരും. അത് മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ആ ഇമാമിങ്ങൾ വിശദീകരിച്ചത് MT ഉസ്താദിന്റെ വാദമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കുരുവട്ടൂരികൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇമാമിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പേരോട് ഉസ്താദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വിഷയം പറഞ്ഞത്. ഇതൊക്കെ പേരോട് ഉസ്താദിന്റെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും MT ഉസ്താദിന്റെയും വാദമായി അവതരിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ വഹാബികളാക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അത് മുസ്ലിം സമുദായം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല, MT ഉസ്താദ് പ്രമാണങ്ങളില്ലാത്ത കുരുവട്ടൂരികളെ വനവാസത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. വയനാട് ചുരത്തിന്റെ മുകളിൽ നിർത്തിയിട്ടുണ്ട്. ബുധനാഴ്ച വനവാസത്തിനു വേണ്ടി കാട്ടിലേക്ക് അവരെ തള്ളിവിടുന്ന ദിവസമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശൈത്താന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ശൈത്താനോ രൂപം പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് അദബുകേടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമാണത്. അതിനെ അദബുകേടായി ചിത്രീകരിക്കാനാണ് കുരുവട്ടൂരികൾ ശ്രമിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ സ്വപ്നത്തിൽ വരുമോ എന്ന് MT ഉസ്താദ് ചോദ്യം ഇട്ടുകൊടുത്തതായിട്ടാണ് കുരുവട്ടൂരികൾ വ്യാജമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ MT ഉസ്താദിന്റെ സ്വന്തം വക പറഞ്ഞതല്ല, നേരെ മറിച്ച് ബഹുമാനപ്പെട്ട അയിമ്മത്തിന്റെ ഇബാറത്ത് അതേപടി അർത്ഥം വെച്ച് വിശദീകരിച്ചത് മാത്രമാണ്. അത് MT ഉസ്താദിന്റെ സ്വന്തം വാദമാണ്, ഇമാമിങ്ങൾ ആരും പറഞ്ഞതല്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കുരുവട്ടൂരികൾ ശ്രമിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ഫിഖ്ഹിയായ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഖസായിസ് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ കുരുവട്ടൂരികൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫിഖ്ഹിന്റെ ഇസ്തിലാഹാണ്. ആ ഇസ്തിലാഹ് ഖസായിസ് ചർച്ച ചെയ്യുന്നിടത്തേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട കാര്യമേ ഇല്ല. അതവർ കൊണ്ടുവന്നത് ബാലിശമാണ്, അവരുടെ വിവരക്കേടാണെന്നതിൽ യാതൊരു സംശയവുമില്ല. കുരുവട്ടൂരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്ന വിഷയത്തിൽ പുതിയ പുതിയ ഉസൂലുകളാണ് ഇമാമിങ്ങളെ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അത് മുസ്ലിം സമുദായത്തിന് ആവശ്യമില്ല. നിസ്കരിക്കാത്ത, ഖുർആനിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന, പെണ്ണുങ്ങളോട് സല്ലപിക്കുന്ന ശംസുൽ ഉലമ മട്ടലെടുത്തടിച്ചോടിക്കണമെന്ന് പറഞ്ഞ വീരാണ്ടിയുടെയും ശംസുൽ ഉലമ കള്ളനാണെന്ന് പറഞ്ഞ മീനങ്ങാടി സുലൈമാന്റെയും വൈലത്തൂർ തങ്ങളുപ്പാപ്പ കാട്ടുകള്ളനാണെന്ന് പറഞ്ഞ കോമാട്ട് ജാലിൽ അബ്ദുള്ളയും പറഞ്ഞു തന്ന ഉസൂല് മുസ്ലിമീങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് കുരുവട്ടൂരികളെ കോമാട്ടിന്റെ കൂടെ വനവാസത്തിന് പറഞ്ഞയക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കിതാബിൽ ജംഅ് ചെയ്ത് പറഞ്ഞത് നൂറ്റാണ്ടുകളായി രചിക്കപ്പെട്ട എല്ലാ കിതാബുകളിലും ഉപാധിയോടെയോ അഭിപ്രായ വ്യത്യാസങ്ങളോടെയോ പറഞ്ഞ കാര്യങ്ങൾ ഈ ജംഅ് അനുസരിച്ച് മനസ്സിലാക്കണമെന്ന ഉസൂൽ എവിടുന്നാണ് വിവരദോഷികളായ കുരുവട്ടൂരി ശൈഖന്മാർക്ക് കിട്ടിയത്? അതണ്ണാക്ക് തൊടാതെ വിഴുങ്ങി തെരുവോരങ്ങളിൽ ഛർദിക്കുന്ന അതിവാദികളായ കുരുവട്ടൂർ നൗഷാദും തെറിയൂർ കുഞ്ഞമ്മദും സമദ് ആനവരിയും മറ്റു കുരുവട്ടൂരികളും ഗതിവെടിക്കുകയില്ല. കാരണം അവർ ഇമാമിങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് വൈലത്തൂർ തങ്ങൾ കാട്ടുകള്ളനെന്ന് പറഞ്ഞ കോമാട്ടുജാലോ ശംസുൽ ഉലമ അടിച്ചോടിക്കണമെന്ന് പറഞ്ഞ അള്ളനെന്നും പറഞ്ഞ വീരാണ്ടിയും മീനങ്ങാടി സുലൈമാനും
സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഞാൻ റസൂലാണെന്ന് പറഞ്ഞാൽ അത് റസൂല് തന്നെയാണ് എന്നുറപ്പിക്കണം. അതിൽ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന വട്ടൂരി നൗഷാദിന്റെ പുതിയ വാദത്തിന് അംഗീകാരം ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല. അത് കുരുവട്ടൂർ പ്രമാണങ്ങളിൽ മാത്രമാണുള്ളത്. ഇമാമിങ്ങൾ ഇത്തിഫാഖാണ് എന്നുള്ളത് വ്യാജ പ്രചരണം മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇമാമിങ്ങൾക്കിടയിൽ ഇഖ്തിലാഫുണ്ട് എന്ന് തെളിയിക്കുന്ന ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ ധാരാളം നൽകിക്കൊണ്ടാണ് ഇഖ്തിലാഫുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ളത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇത്തിഫാഖുണ്ട് എന്നതിന് ബഡായിയല്ല വേണ്ടത്, തെളിവാണ് വേണ്ടത്. അങ്ങോട്ട് തെളിവ് തരുമ്പോ ആ തെളിവിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവാണ് വേണ്ടത്. അല്ലാതെ ഇമാമിങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കാൻ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ മൈക്കയായാൽ അംഗീകരിക്കാൻ ഒരൊറ്റ മുസ്ലിമീങ്ങളെയും കിട്ടുകയില്ല. അതുകൊണ്ട് സ്വപ്ന വിഷയത്തിൽ ഇമാമിങ്ങൾക്ക് ഇത്തിഫാഖുണ്ട് എന്നതിന് തെളിവുദ്ധരിക്കാൻ ഇന്നത്തെ പരിപാടിയിൽ നൗഷാദിനെ വെല്ലുവിളിക്കുകയാണ്. കുരുവട്ടൂരികൾ ക്രിയേറ്റ് ചെയ്ത ഇത്തിഫാഖ് അംഗീകരിച്ചുകൊണ്ട് ഇമാമിങ്ങളെ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കാൻ വഹാബികളോട് അച്ചാരം വാങ്ങി ഇമാമിങ്ങളെയും പണ്ഡിതന്മാരെയും വഴിവേച്ചവരാക്കാൻ മുസ്ലിമീങ്ങൾ സമ്മതിക്കുകയില്ല. വഹാബികളോട് വാങ്ങിയ അച്ചാരം കുരുവട്ടൂരുകൾ തിരിച്ചു കൊടുക്കലാവും നല്ലത്. ബഹുമാനപ്പെട്ട MT ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കാൻ പോകാം വീഡിയോയിലേക്ക്. ഒരു ഹദീസിൽ ഇതിന്റെ ഒരു റിവായത്തുകൾ, പല നിരക്കുള്ള റിവായത്തുകൾ, റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ ഞാൻ എല്ലാ രൂപത്തിലും ഞാൻ കാണപ്പെടും എന്ന് ഒരു ഹദീസിന്റെ റിവായത്തായിട്ട്, ആ ഹദീസ് അത്ര ബലപ്പെട്ട, അതിന്റെ സനദ് അത്രത്തോളം ബലപ്പെട്ട സനദല്ല എന്ന് ഹദീസ് വിശാരദന്മാര് രേഖപ്പെടുത്തിയതൊക്കെ നമുക്കറിയാം. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ആ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ രൂപത്തിലും വരും എന്ന് പറഞ്ഞാൽ, എല്ലാ രൂപത്തിലും കാണപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിശദീകരണമായി കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ അർത്ഥം ശൈത്താന്റെ രൂപത്തിൽ നബി രൂപപ്പെട്ട് വരും എന്നൊന്നും അല്ല. ശൈത്താന്റെ രൂപത്തിൽ വരുമോ എന്ന് ആ ഹദീസിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മളൊരു ചോദ്യം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. ആ ഹദീസിന്റെ വിശദീകരണമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിശദീകരണത്തെ ഉദ്ധരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ശൈത്താന്റെ സൂറത്തിൽ നബിക്കോ നബിയുടെ രൂപത്തിൽ ശൈത്താനോ രൂപപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് അദബുകേടല്ല, മറിച്ച് അത് റസൂലുള്ളാഹിയുടെ മഹത്വമാണ്. കാരണം അത്രയും നബിയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേപോലെ തന്നെ ഈ ശൈത്താൻ എന്ന് പറയുന്ന ഈ വിഭാഗവും തമ്മിൽ അത്രത്തോളം ഗജാന്തരമുണ്ട്. ഒരു നിലക്കും ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ രൂപാന്തരപ്പെടാൻ സാധിക്കുകയില്ലാത്ത വിധം നമ്മളെ മാതിരിയല്ല, തികച്ചും ഒരു ബന്ധവുമില്ലാത്ത വിധത്തിലുള്ള ഇസ്മത്ത് നബി തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അത് നബിയുടെ മഹത്വമാണ്, നബിയുടെ മഹത്വവൽക്കരണമാണ്. അത് ഒരു അദബികേടായിട്ടല്ല അതിനെ നമ്മുടെ ഉലമാക്കൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയോജ്യമായ വിധത്തിലുള്ള രൂപത്തിലാണ് എന്ന് ഇന്നത്തെ രേഖപ്പെടുത്തിയത് നാം കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അനുയോജ്യമായ രൂപത്തിലേ വരികയുള്ളൂ, അനുയോജ്യമല്ലാത്ത രൂപത്തിൽ വരുമോ എന്ന് നമ്മളായിട്ടൊരു ചോദ്യം അങ്ങോട്ട് ഇട്ടുകൊടുത്തു എന്ന് വ്യാജമായിട്ട് നമ്മളെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ഹദീസിന് നേരിട്ട് കൊടുത്തതല്ല, മറിച്ച് അയിമ്മത്തിന്റെ ഇബാറത്ത് അത് അതേപടി അർത്ഥം വെച്ചുകൊണ്ട് വിശദീകരിച്ചതാണ്. അതങ്ങനെ മനസ്സിലാക്കുമ്പോൾ പിന്നെ അവിടെ ഒരു തെറ്റിദ്ധാരണക്ക് പഴുതുണ്ടാക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കാമെന്നല്ലാതെ വസ്തുതാപരമായിട്ടൊരു പഴുതിന് അവിടെ നിർവാഹമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ വിഷയം ഒരു ഫിഖ്ഹി വിഷയം അല്ല. ഫിഖ്ഹിൽ ഇപ്പൊ നമ്മൾക്ക് ചില ഫിഖ്ഹിന്റെ കിതാബുകൾ, ഫിഖ്ഹിന്റെ അയിമ്മത്തിന്റെ ഇടയിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏതാണ് ബലപ്പെട്ടത് എന്നതിന് കൃത്യമായ ഒരു ക്രൈറ്റീരിയ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോ ഇമാം നവവി റഹിമഹുല്ലാ, ഇമാം റാഫിഈ റഹിമഹുല്ലാ ഇവർ രണ്ടുപേരും ഏകോപിച്ചാൽ അതാണ് മദ്ഹബുൽ മുഅ്തമദ്. അവർ രണ്ടുപേരും ഭിന്നിച്ചാൽ നവവി ഇമാം പറഞ്ഞതാണ് മുഅ്തമദ്.
ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു ഏകോപിച്ചു കഴിഞ്ഞാൽ അതാണ് മദ്ഹബുൽ മുഅ്തമദ്. അവർ ഭിന്നിച്ചു കഴിഞ്ഞാലോ അത് ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായത്തെ മുൻതൂക്കം കൊടുക്കുന്ന ആളുകളുമുണ്ട് ഷാഫി മദ്ഹബില്. റംലി ഇമാമിന്റെ അഭിപ്രായത്തെ മുൻതൂക്കം കൊടുക്കുന്ന ആളുകളും ഷാഫി മദ്ഹബിലുണ്ട്. അതിന് അതിന്റേതായ വളരെ കൃത്യമായ എങ്ങനെയൊക്കെയാണ് ഓരോ അഭിപ്രായങ്ങളെ മുൻതൂക്കം കൊടുക്കേണ്ടത്, മുന്തിക്കേണ്ടത്, പ്രബലപ്പെടുത്തേണ്ടത്, മുഅ്തമദാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ ഉസൂലുകള്, അതേ സംബന്ധിച്ചുള്ള ഇസ്തിലാഹുകള് കൃത്യമായിട്ട് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഇസ്തിലാഹ് നമ്മുടെ ഈ ഖസായിസ് ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഖസായിസ് നബിയുടെ സവിശേഷതകൾ വിശദീകരിക്കുന്ന ഫിഖ്ഹല്ലാത്ത ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തില് ഇന്ന ഇമാമ് പറഞ്ഞതാണ് മുഅ്തമദ്, ഇന്ന ഇമാമ് പറഞ്ഞത് അത്രത്തോളം മുഅ്തമദ് അല്ല. കാരണം അത് ഈ ഇമാമായി പോയി, മറ്റേത് പറഞ്ഞത് ആ ഇമാമാണല്ലോ എന്ന നിലക്ക് ഷാഫിഈ മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ തർജീഹുകളെ വിശദീകരിക്കുന്ന, ബലപ്പെടുത്തലുകളെ വിശദീകരിക്കുന്ന ആ ഒരു ഇസ്തിലാഹ് ഉണ്ടല്ലോ, ആ ഇസ്തിലാഹ് ഇങ്ങോട്ട് വലിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി മുതിരുകയോ ഒക്കെ ചെയ്യുന്നത് ബാലിശമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ ഒരു കാര്യം പറഞ്ഞാല് അപ്പൊ പിന്നെ ശർഹുൽ പറഞ്ഞതിനേറെ തുഹ്ഫയിൽ പറഞ്ഞതാണ് മുഅ്തമദ് ഫിഖ്ഹി വിഷയത്തിൽ. അതേ സമയത്ത് ഇപ്പൊ നമ്മുടെ ഈ നബിയുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഒരു കിതാബില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളെ സംയോജിപ്പിച്ചു വേറെ ഒന്നിലധികം കിതാബുകളിൽ അത് വിരുദ്ധ അഭിപ്രായങ്ങളായിട്ട് വിശദീകരിച്ചും കണ്ടു. അപ്പൊ അതിലേതാണ് മുഅ്തമദ്? ഇതിലേത് കിതാബാണ് അവസാനം രചിക്കപ്പെട്ടത് എന്നതൊന്നും നോക്കാതെ സംയോജിപ്പിച്ചാൽ പിന്നെ അഭിപ്രായ വ്യത്യാസം പിന്നെ ഇല്ല, അങ്ങനെ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നൊരു അങ്ങനെ ഒരു ഉസൂലുണ്ടോ? അതോട് കിട്ടിയ ഉസൂലാണ്. ആ ഉസൂൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഉസൂലില്ലാതെ നമ്മളെ സ്വന്തം വകയായിട്ടൊരു ഉസൂൽ ഉണ്ടാക്കാൻ പറ്റൂല. നമ്മളൊരു ഉസൂൽ ഉണ്ടാക്കുക, നമ്മളൊരു നിയമം ഉണ്ടാക്കുക, ഒരു നിദാന നിയമം ഉണ്ടാക്കിയിട്ട് നമ്മളാണ് പാസ്സാക്കുക. അങ്ങനെ പറ്റില്ല. ഒരു കിതാബില് രണ്ട് അഭിപ്രായങ്ങളെ സംയോജിപ്പിച്ചു, മറ്റു ഒന്നിലധികം കിതാബുകളിൽ അത് വേറെ അഭിപ്രായമായിട്ട്, വെവ്വേറെ അഭിപ്രായങ്ങളായിട്ട് അല്ലെങ്കിൽ ഇമ്മത്തിന്റെ ഭിന്ന അഭിപ്രായങ്ങളായിട്ട് വിവരിച്ചു. ഏത് കിതാബാണ് ആദ്യം രചിച്ചത്, ഏത് കിതാബാണ് അവസാനം രചിച്ചത് എന്നൊന്നും പരിശോധിക്കാതെ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ എന്നാൽ അത് അവസാന വാക്കായി തീരുമാനമായി. പിന്നെ മറ്റുള്ള എല്ലാ ഇമാമിയങ്ങളും അവരുടെ കിതാബുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞതൊക്കെ അസ്ഥാനത്തായി പോയി. അതൊന്നും ഞാൻ അഭിപ്രായ വ്യത്യാസം പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു രീതി ഏത് നിദാന നിയമത്തിന്റെ വെളിച്ചത്തിലാണ് പറയാൻ കഴിയുക? നമ്മളൊരു ഒരു കൃത്യമായ ഒരു നിദാന നിയമം നമ്മുടെ മുമ്പിൽ വേണ്ടേ? ഷാഫി മദ്ഹബിന്റെ നിദാന നിയമം വെച്ചിട്ട് ഖസായിസുകളിലേക്ക് കൊണ്ടുവരുന്നത് അത് ശരിയല്ല എന്നുകൂടി നമ്മൾ ആമുഖമായിട്ട് ഞാൻ എന്റെ ഒരു ആമുഖ വിശദീകരണമായിട്ട് ഇവിടെ പറയാം. ഇവിടെ ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവതരിപ്പിച്ച മുന്നോട്ട് വെച്ച ചില കിതാബുകളും ആ കിതാബുകളിലെ ഇബാറത്തുകളുമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ബുധനാഴ്ച നടക്കുന്ന നമ്മുടെ 4ാം പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് വിശദീകരണം ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഉദാഹരണം പറയാണ്. ഒരു കിതാബിൽ ഒരു ജംഅ് ചെയ്തു, അതിനു മുമ്പുള്ള അങ്ങനെ ഒരു വിഷയത്തിൽ 2 അഭിപ്രായങ്ങളെ സംയോജിപ്പിച്ചാൽ അതിനു മുമ്പ് നൂറ്റാണ്ടുകളായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു പോരുന്ന എല്ലാ കിതാബുകളിലും പിന്നെ ഇബ്നു ഹജർ തങ്ങൾ നടത്തിയ ജംഅ് ആണ് ഉള്ളത്. ആ നിലക്കാണ് അവരൊക്കെ ഉദ്ദേശിച്ചത് എന്ന് ഷാഫി മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ മസല പറയല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാം. അപ്പൊ ഇബ്നു ഹജർ തങ്ങൾ തന്നെ ഒരുപാട് കിതാബുകൾ അഭിപ്രായ വ്യത്യാസമായിട്ട് വിശദീകരിച്ച ഒരു കാര്യം ഒരു കിതാബിന് സംയോജിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നൂറ്റാണ്ടുകളായിട്ട് രചിക്കപ്പെട്ട എല്ലാ കിതാബുകളിലും ഉപാധിയോടെയോ അഭിപ്രായ വ്യത്യാസത്തോടുകൂടെയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ജംഅ് അനുസരിച്ച്, ഈ സംയോജനം അനുസരിച്ച് അതിനെ മനസ്സിലാക്കണം.
എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ ഇബ്നു ഹജർ തങ്ങൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന ആ നിലക്കുള്ള വിശദീകരണവും ഉണ്ട്, സംയോജനം നടന്നിട്ടുണ്ട് എന്ന നിലക്കുള്ള വിശദീകരണവും ഉണ്ട്. അപ്പൊ രണ്ട് കിതാബുകൾ രണ്ട് ശൈലി മൂപ്പര് സ്വീകരിച്ചിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പിന്നെ ലോകത്തുള്ള സർവ്വ കിതാബുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ കിതാബിലുള്ള ജം അനുസരിച്ചാണ് ആ കിതാബുകളിലൊക്കെ പറഞ്ഞത് എന്നായി നമ്മൾ മനസ്സിലാക്കണം എന്ന ഉസൂൽ എവിടെ പറഞ്ഞു? അതെ, നമ്മൾ സ്വന്തമാക്കിയിട്ടാണ് അതാണ് മനസ്സിലാക്കണം പറഞ്ഞാൽ പോരാ. അത് ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഏത് ഇമാമ് പറഞ്ഞു എന്ന് മനസ്സിലാക്കാതെ, എന്ന് പറയാതെ, എന്ന് വിശദീകരിക്കാതെ അങ്ങനെയുള്ള അതിവാദങ്ങൾക്കൊന്നും ഗതിയില്ല, നിലനിൽപ്പില്ല എന്ന് മാത്രം എന്റെ ആമുഖ പ്രസംഗത്തില് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട മൂസ നിസാമി കുറ്റിപ്പാറ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുസലാം ഫൈസി ചുള്ളിക്കോട്. ഇവർ രണ്ടുപേരും നമ്മളോട് ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട മുസ്താൻ ഇസ്ലാമി ഉസ്താദ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഉസ്താദിന്റെ ആമുഖ പ്രസംഗം നമ്മൾ കേട്ടു. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കാൻ ഇരിക്കുകയല്ല, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ. ഉസ്താദിന്റെ പ്രസംഗത്തില് ഉസ്താദ് പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ഈ അടുത്തായിട്ട് ചിലരൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ കാണണം എന്ന വിഷയത്തിൽ ഇമാംമാർക്കിടയിൽ ഒരു ഇഖ്തിലാഫും ഇല്ല, ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് കേൾക്കുന്നുണ്ട്. ഇത് പുതിയ വാർത്തയാണോ? അതല്ല പണ്ട് ഇമാംമാര് തങ്ങളുടെ കിതാബുകളിൽ പറഞ്ഞ കാര്യമാണോ? അതൊന്ന് ചർച്ച ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട മൂസ നിസാമി ആയിരിക്കും അതിന് മറുപടി പറയുക. അപ്പൊ ഇതില് മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി, റആനി ഫിൽ മനാം ഫഖദ് റആനി, ആര് എന്നുള്ളത് മഅ്മൂമിന്റെ വാക്കാണ്. ആരൊക്കെയാണ് കാണുക കാണാതിരിക്കുക എന്നുള്ളതല്ല, കണ്ടത് ആരാണെങ്കിൽ. ആരൊക്കെ കാണും ആരൊക്കെ കാണാതിരിക്കും അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ആര് കണ്ടാലും ഫഖദ് റആനി, അവൻ എന്നെ തന്നെയാണ്, എന്നെ ആര് സ്വപ്നത്തിൽ കണ്ടാലും അവൻ എന്നെ തന്നെയാണ് കണ്ടത്. എന്നെ തന്നെയാണ് കണ്ടത് എന്നതിന് 3-4 വിശദീകരണങ്ങൾ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ആര് എന്നെ കണ്ടാൽ എന്ന് പറഞ്ഞ എന്നെ കാണുക എന്ന് പറഞ്ഞ ആ ശർത്തിയായ ഫീലുണ്ട്. ആ ഫീലിന്റെ വിഷയത്തിൽ എങ്ങനെ കണ്ടാലും ഏത് രൂപത്തിൽ കണ്ടാലും ഇനി നബിയുമായിട്ട് യാതൊരു നിലക്ക് നബിയുടെ ഒരു സിഫത്തോ ഒന്നിലധികം സിഫത്തോ ഒന്നുമില്ലാതെ തികച്ചും വിരുദ്ധമായ മഹദൻ മുഖാലഫത്തോടു കൂടി കണ്ടാലും ഒക്കെ ഞാൻ റസൂലാണെന്ന് പറഞ്ഞ ഒരാളെ കണ്ടു സ്വപ്നത്തിൽ, എന്നാലൊക്കെ അത് നബി തങ്ങളെ തന്നെയാണ് കണ്ടത് എന്നതിൽ അഇമ്മത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ല, എല്ലാ ഉലമാക്കളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സർവ്വ ഉലമാക്കളും അത് ഏകോപിച്ച് പറയുകയാണ്. അതിൽ ഇത്തിഫാഖാണ് എന്ന് അങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ എന്നാണ് ആ ചോദ്യത്തിന്റെ ആകെ പോയത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ പണ്ഡിത സുഹൃത്ത് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവറുകളെ, നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുസലാം ഫൈസി ചുള്ളിക്കോട്, അതുപോലെ മുന്നിലിരുന്ന് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന
നല്ലവരായ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, പൊതുജനങ്ങളെ, ഓൺലൈനിൽ ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി പൂർണ്ണമായി ഖബൂൽ ചെയ്ത് രണ്ട് ലോകത്തിലും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇവിടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ ആര്, എപ്പോ, എങ്ങനെ, ഏത് രീതിയിൽ കണ്ടാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്ങനെ കണ്ടാൽ, കാണേണ്ട രീതി, രൂപം, കൈഫിയത്ത് ഇവിടെ ഇമാമുമാർ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ, സ്വപ്നത്തിൽ കണ്ടാൽ എങ്ങനെയായാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് കണ്ടത് എന്നതിൽ ഇത്തിഫാഖ് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അയിമ്മത്തിനിടയിൽ ഏകോപിത തീരുമാനമുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു എന്നാണ് മാന്യ സുഹൃത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുമാർ അവരെ വിഖ്യാത ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടാൽ എങ്ങനെ കാണണം എന്നതിൽ അഇമ്മത്തിന്റെ ഇടയിൽ ഖിലാഫ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായി ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഉദ്ധരണികൾ അതുമായി നമുക്ക് ബന്ധപ്പെട്ട് വായിക്കാൻ കഴിയും. സാമ്പിളിന് വേണ്ടി ഒന്ന് രണ്ട് കിതാബുകൾ ഞാൻ ഉദ്ധരിക്കാം. ഒന്ന് അൽ വസീലത്തുൽ അഹ്മദിയയുടെ 1-ാം വാള്യം 151-ാമത്തെ പേജിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണൽ അത് യാഥാർത്ഥ്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് രൂപാന്തരപ്പെടാൻ ശൈത്വാനിക്ക് കഴിയില്ല. പക്ഷേ എങ്കിലും ഹൽ യുസ്തർതു ഖൗനുൽ മർഇ അലാ മാ സബത ഫീ ഖിലഖിഹി ഫീ ശമാഇൽ ഔ മുത്ലഖൻ. മഹാനായ ഇമാം അവർകൾ രേഖപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണപ്പെടുന്നതിൽ നിബന്ധനയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമാഇലിൽ അവിടുത്തെ വിശേഷ ഗുണങ്ങൾ പരാമർശിച്ചിട്ടുള്ളത് സ്ഥിരപ്പെട്ടുകൊണ്ട് തന്നെ കാണണമെന്ന് നിബന്ധനയുണ്ടോ? ഔ മുത്ലഖൻ, അല്ലെങ്കിൽ ഒരു നിബന്ധനയുമില്ലാതെ ഒരു വിശേഷണങ്ങളുമില്ലാതെ നബിയാണെന്ന് പറയപ്പെട്ടുകൊണ്ട് കാണപ്പെട്ടാൽ മതി, നിരുപാധികമാണോ എന്നതിനെ കുറിച്ച് മഹാനായ വസീലത്തുൽ അഹ്മദിൽ രേഖപ്പെടുത്തുന്നു, ഫീഹി ഖിലാഫുൻ കമാ ഫിൽ മവാഹിബി. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിന് വ്യാഖ്യാനം എഴുതിയ അല്ലാമ ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിന്റെ മവാഹിബുൽ ജരീരിൽ അൽ മവാഹിബിൽ ഉള്ളതുപോലെ തന്നെ ഫീഹി ഖിലാഫുൻ, ഇതിൽ ഖിലാഫുണ്ട് എന്ന് വളരെ വ്യക്തമായി വസീലത്തുൽ അഹ്മദിയിലെ 1-ാം വാള്യത്തിന്റെ 151-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഖിലാഫുണ്ട്. മാത്രമല്ല ഒരു പണ്ഡിതനല്ല, ഒരുപാട് വായിക്കാൻ കഴിയും. മഹാനായ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് അവിടുത്തെ സഅദാത്തുൽ ദാറൈനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, വഖാലൽ ആരിഫു ബില്ലാഹ് അബ്ദുല്ലാഹ് ഇബ്നു അബി ജംറത ഫീ കിതാബിഹി ബഹ്ജത്തുൻ നുഫൂസ് ശറഹി മുഖ്തസരിഹി ലി സ്വഹീഹിൽ ബുഖാർ. സ്വഹീഹുൽ ബുഖാരിയുടെ മുഖ്തസറായ അദ്ദേഹത്തിന്റെ ശറഹിൽ വളരെ വ്യക്തമായി കൊണ്ട് മഹാനായ അൽ ആരിഫു ബില്ലാഹി അബ്ദുല്ലാഹ് ഇബ്നു അബി ജംറ മഹാനവറുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വഖ്തലഫൽ ഉലമാഉ ഫീ ഹാദാ, ഈ വിഷയത്തിൽ ഉലമാഇനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് സഅദാത്തുൽ ദാറൈനിലെ 416-ാമത്തെ പേജിൽ അല്ലാമ യൂസുഫ് നബ്ഹാനി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ മനസ്സിലാക്കണം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ കണ്ടാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാമെന്ന് വാദിക്കുന്ന ഇത്തിഫാഖിന്റെ വാദമുള്ളവർ അവരിവിടെ മനസ്സിലാക്കണം, ഈ വിഷയത്തിൽ ഖിലാഫുണ്ട് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അപ്പോ പിന്നെ ഇതില് അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ അതാണ് പറയുന്നത്. അതിലെ ഏതൊക്കെ ഇമാമിയങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശമാഇലിൽ പറഞ്ഞ
അതേ രൂപത്തിൽ തന്നെ കണ്ടുകൊള്ളണമെന്നില്ല. അല്ലാത്ത രൂപത്തിൽ കണ്ടാലും മതി. ഈ അല്ലാത്ത രൂപത്തിൽ കണ്ടാലും മതി എന്ന് പറഞ്ഞതിനെ പിന്നെയും നിബന്ധനപ്പെടുത്തിയിട്ടുള്ള ഇബാറത്തുകളുണ്ട്. അപ്പൊ അത് അയിമ്മത്തിന്റെ ഇടയിൽ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. അത് പല ആളുകളും അതിന് പല രൂപത്തിൽ അതിന് വിശദീകരണവും അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? എല്ലാവരും ഇതിൽ ഇത്തിഫാഖായി അങ്ങനെ ആവണമെന്നില്ല. ഒരു നിബന്ധനയുമില്ലാതെ എങ്ങനെ കണ്ടാലും നബി തങ്ങളെ തന്നെയാണ് കണ്ടത് എന്നതിൽ അഇമ്മത്തിന് ഇത്തിഫാഖുണ്ടോ അല്ലേ? അതിൽ ഇഖ്തിലാഫുണ്ട്, ഭിന്നിപ്പുണ്ട് എന്നുള്ള രണ്ട് ഇബാറത്ത് വായിച്ചു. ഇനിയും വായിക്കാൻ ധാരാളം വായിക്കാനുണ്ട്. ഇവിടെ ഇത്തിഫാഖുണ്ട് എന്ന് വാദിക്കുമ്പോ ഇവിടെ കൃത്യമായി ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടെ ഖിലാഫുണ്ട് എന്ന് നമ്മൾ രണ്ടോളം ഇബാറത്ത് കൃത്യമായി വായിച്ചു. ഇനിയും ഒരുപാട് മിർക്കാത്ത് വായിക്കാനുണ്ട്, അതുപോലെ തന്നെ ഹാഷിയത്തു സിന്ധി വായിക്കാനുണ്ട്, ഒരുപാട് വായിക്കാനുണ്ട്. ഇതിലൊക്കെ ഖിലാഫുകൾ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോ വളരെ വ്യക്തമായി നമുക്ക് ചോദിക്കാനുള്ളത്, ഈ വിഷയത്തിൽ അയിമ്മത്തിന്റെ ഇടയിൽ ഇത്തിഫാഖുണ്ട്, ഫീഹി വിഫാഖുൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇബാറത്തുകൾ ഇതിൽ കൃത്യമായി അയിമ്മത്തിന്റെ ഇടയിൽ ഏകോപിതമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഇബാറത്ത് ഇതുവരെ ആർക്കും കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും കാണിക്കുമോ എന്ന് വിനയപുരസരം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത് വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ ഖിലാഫുണ്ടെന്ന് രേഖപ്പെടുത്തിയ ഒട്ടേറെ ഇബാറത്തുകൾ ഞങ്ങൾ കാണിച്ചു തന്നു, ഇവിടെ വായിച്ചു അർത്ഥം വെച്ചു. എന്നാൽ ഈ വിഷയത്തിൽ അയിമ്മത്തിന്റെ ഇടയിൽ ഖിലാഫില്ല, ഇത്തിഫാഖാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഇബാറത്തെങ്കിലും കാണിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നുള്ളൊരു മിർഖാത്ത് പറഞ്ഞല്ലേ, മിർഖാത്തിൽ ഇപ്പോ എങ്ങനെയാണുള്ളത്? ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ഫീ സൂറത്തി. എന്തുകൊണ്ടെന്നാൽ ശൈത്താൻ എന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരികയില്ല എന്നതിനെ മിർഖാത്തിൽ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഞാനൊന്ന് വായിക്കാം. أراد به صفته المعروفة له صلى الله عليه وسلم في حياته. നബിയുടെ ജീവിതകാലത്തില് ഉള്ള ആ അറിയപ്പെട്ട സിഫത്തിലൂടെ കാണുക എന്നാണ് നബി തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അതിനെ ശറഹ ചെയ്തതിന് ശേഷം, അതിന് വ്യാഖ്യാനം പറഞ്ഞതിന് ശേഷം, അല്ല ഏത് രൂപത്തിലൂടെ ആയാലും എന്നതിനെ സംബന്ധിച്ച് മിർഖാത്തിൽ മുല്ലാലിൽ ഖാരി എങ്ങനെ പറഞ്ഞത്? വഖീല. അവർ അഭിപ്രായ വ്യത്യാസമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ സിന്ധി എന്താ പറയുന്നത്? സിന്ധിയുടെ ഇബാറത്തിൽ പറഞ്ഞത് ഖീല ഹാദാ യഖ്തസ്സു ബിസൂറത്തിഹിൽ മഅഹൂദത്തി ഫയുറദു അല ശമാഇലി ശരീഫത്തിൽ മഅറൂഫ. ഈ നബിയെ എന്നെ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ നബിയുടെ അറിയപ്പെട്ടതായ ആ രൂപത്തിൽ കണ്ടാൽ എന്നാണ് ഒരു അഭിപ്രായം. ഖീല എന്ന് പറഞ്ഞതാണല്ലോ ഒരു അഭിപ്രായം. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായത്തിൽ പറയുന്നത് എന്താണ്? വഖീല ബൽ ഫി അയ്യി സൂറത്തിൻ കാനത്. ഏത് രൂപത്തിൽ കണ്ടാലും എന്നെ തന്നെയാണ് കണ്ടത്. ഈ ഏത് രൂപം എന്ന് പറയുമ്പോൾ അവിടെയും നിബന്ധന പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവരുടെ സിന്ധിയുടെ ഇബാറത്തുകൾ ശ്രദ്ധിക്കണം. സിന്ധി ആ പറഞ്ഞത് ഒന്ന് എന്താണ് അദ്ദേഹം പറയുന്നത്? സിന്ധി എന്ന് പറഞ്ഞ ഹാഷിയത്തു സിന്ധി അലാ സുനനി ഇബ്നു മാജാണ്. ഹാഷിയത്തു സിന്ധി അലാ സുനനി ഇബ്നു മാജ 2ാം വാള്യം 449 പേജിലാണ് ഈ പറയുന്നത്. ആ രണ്ടാമത്തെ അഭിപ്രായത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ എങ്ങനെ പറയുന്നത്? വഖീല രണ്ടാമത്തെ അഭിപ്രായം ബൽ ഫി അയ്യി സൂറത്തിൻ കാനത്. ഏത് രൂപത്തിൽ കണ്ടാലും ആ രൂപം തന്നെ ആവണമെന്നില്ല, ഏത് രൂപത്തിൽ കണ്ടാലും അതിനൊരുപാട് ഇമാമികൾ ബലപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു. അതാണ് രണ്ടാമത്തെ അഭിപ്രായത്തിൽ. ഒന്നാമത്തെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ടവർ കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്ക് എന്താണ്? അപ്പൊ നബിനെ കണ്ടപ്പോ നബിയുടെ ആ ശമാഇലിൽ പറഞ്ഞ നബിയുടെ ശരീരവിശേഷണങ്ങളിൽ പറഞ്ഞ ആ രൂപത്തിനോട് യോജിച്ചു കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് പരിശോധിക്കപ്പെടും.
സൂറത്തുൽ മർഇയ്യത്തു തിൽക ഈ കാണപ്പെട്ട ആ രൂപം നബിയുടെ ശാരീരിക വിശേഷണങ്ങളോട് യോജിച്ചിട്ടുണ്ടെങ്കിൽ ഫഹിയ റുഇയ ഹഖ്ഖിൻ, അത് യഥാർത്ഥ സ്വപ്നമാണ്. വഇല്ല, അങ്ങനെയല്ലെങ്കിൽ അല്ലാഹു അഅലം, ഫല്ലാഹു അഅലമു ബിദാലിക, അത് അല്ലാഹുക്ക് ഏറ്റവും അറിയാം. എന്താണ്? അല്ല, അത് അല്ലാഹുക്ക് ഏറ്റവും അറിയാന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ സ്വപ്നാണോ അതോ അതില് അല്ലാത്ത രൂപത്തിലാണോ എന്നുള്ളത് അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാം. ഉറപ്പില്ല. അള്ളാഹു എന്ന് പറഞ്ഞതാണല്ലോ ഉറപ്പില്ല. അപ്പൊ ഉറപ്പില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തെ ബഹുമാനപ്പെട്ട ഇമാം സിന്ധി, അത് ഇബ്നു അജർ ഹൈതമി റളിയല്ലാഹുവിന് ശേഷം. അപ്പൊ ഇബ്നു അജർ ഹൈതമി ഇംദാദിൽ ഒരു സംഗതി ജംഅ് ചെയ്തു. ഈ അതോടുകൂടി ഇനി ലോകത്തുള്ള എല്ലാ, അത് അവസാന വാക്കായി, അന്തിമ വാക്കായി, ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇബ്രാഹിം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശേഷം വന്ന ഇമാം സിന്ധി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ പ്രവൃത്തിയെ സംബന്ധിച്ച് എന്ത് പറയും? ഇമാം സിന്ധി സുന്നത്തി ജമാഅത്തിൽ പുറത്തുപോയി എന്ന് പറയാൻ പറ്റും. അല്ല, ആലോചിക്കണം. ഇതിപ്പോ നമ്മൾ എന്നെയോ നിങ്ങളെയോ അതല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്നവരെയോ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ഇത് ഇങ്ങനെയുള്ള മഹാരഥന്മാരായ മുസല്ലമീങ്ങളായ ഉലമാഇനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരുപാട് സുന്നത്തി ജമാഅത്തിന്റെ അയിമ്മത്തിന് അതേ പറയുന്നുള്ളൂ. നമ്മളിതിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്തുക എന്നുള്ള ആ ഒരു വിഷയത്തിന് വേണ്ടി അല്ല ഈ സംസാരം നടത്തുന്നത്. മറിച്ച് ഇതില് ഒറ്റ അഭിപ്രായം, വേറെയുള്ള ഇമാമികൾക്കൊന്നും അഭിപ്രായമില്ല, ആകെ ഒരു അഭിപ്രായമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ രേഖപ്പെടുത്തിയ ഇമാമുമാർ എവിടെയാണ്? അവരെ പറയുമ്പോൾ അവരെവിടെ കൊണ്ടുപോയി വെക്കും? സുന്നത്തി ജമാഅത്തിന്റെ ദായിറയുടെ ഉള്ളിലോ പുറത്തോ? അതാണ് നമുക്ക് അപ്പോഴാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, എന്താ നിങ്ങൾ ചോദിച്ചത്? അപ്പൊ നമ്മൾ ഇതിൽ ഇഖ്തിലാഫുണ്ട്, ഭിന്നത ഉണ്ട് എന്ന് പറഞ്ഞു. ഫീഹി ഖിലാഫ് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു കിതാബിൽ ഫീഹി വിഫാഖ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വഖ്തലഫൽ ഉലമാഉ എന്ന് ഉള്ള ഇബാറത്ത് നിങ്ങൾ വായിച്ചു. സാമ്പിളിന് വേണ്ടി വായിച്ചതാണ്. ഏതെങ്കിലും ഒരു കിതാബില് ലം യഖ്തലിഫിൽ ഉലമാഉ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉലമാക്കൾ ഭിന്നിച്ചിട്ടില്ലാന്ന്, അല്ലെങ്കിൽ ഇത്തഫഖൽ ഉലമാഉ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉലമാക്കൾ ഏകോപിച്ചു. അതാണ് കാണിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ കുറെ കൂട്ടിക്കെട്ടിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ആമുഖങ്ങൾ പെറുക്കി വെച്ച് അപ്പൊ സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാരൊക്കെ യോജിച്ചു ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞു ഉണ്ടാക്കല്ല. അങ്ങനല്ല, ക്രിയേറ്റീവായ ഒരു ഏകോപനല്ല വേണ്ടത്. മറിച്ച് അത് ഇമാമുമാര് രേഖപ്പെടുത്തിയ രേഖ. കാരണം നമ്മളൊരു രേഖ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ നേരത്തെ ആരോ പറഞ്ഞതുപോലെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയൊന്നാവണല്ലോ. ഒരു പാലടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയണല്ലോ. അപ്പൊ ഇവിടെ ഈ ഖിലാഫ് ഉണ്ട് എന്ന ഇബാർത്തുകൾ നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോ ഇല്ല ഇബാർത്തായിട്ടാണ് വരേണ്ടത്. ഉലമാക്കൾ ഇവിടെ അഭിപ്രായ വ്യത്യാസമായി എന്ന ഇബാറത്തേറ്റ് വരുമ്പോ അല്ല, അവര് ഏകോപിച്ചു എന്നുള്ള ഇബാറത്തേറ്റാണ് വരേണ്ടത്. അല്ലാതെ കുറെ പറഞ്ഞുണ്ടാക്കല്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.